ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനോടാട്ട്. ഞാൻ കൂളിംഗ് ക്ലാസ് വെച്ചിട്ടുണ്ടെന്നുള്ള വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഇന്നിപ്പോൾ വെള്ളി, ശനി, ഞായർ മാറ്റിനി എന്ന പ്രോഗ്രാമിലേക്ക് ഒരു റീൽ പോലത്തെ ഒരു ഫുൾ സ്ക്രീനില്ലാണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ മണിയുടെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഇൻസ്പിറേഷൻ, ഇതൊരു ഈ ഗാനം കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിന് വലിയ പ്രസക്തിയില്ലാത്തൊരു ഗാനമാണ്. എങ്കിലും ഈ ഗാനം വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളൊരു ഗാനം കൂടിയാണ്. അപ്പം ഞാൻ ആ ഗാനത്തിൻ്റെ ഒരു 2 വരികൾ ഞാൻ ഒന്ന് മൂളാൻ ശ്രമിക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചത് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് അഹങ്കാരം കൊണ്ട് വെച്ചതല്ല, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ആ ഗാനം: മായിടെ മോളെ ഞാൻ നിക്കാഹ് കഴിച്ചതാകെ കുഴപ്പത്തിലായി. അവള് കാലത്തെ എണീക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂലെന്ന്. മായിടെ മോളെ ഞാൻ നിക്കാഹ് കഴിച്ചതാകെ കുഴപ്പത്തിലായി. അവള് കാലത്തെ എണീക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂലെന്ന്. മുറ്റമടിക്കാന ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും വാപ്പാ. തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മായിടെ മോളായിപ്പോ. മായിടെ മോളെ ഞാൻ നിക്കാഹ് കഴിച്ചതാകെ കുഴപ്പത്തില. അവള് കാലത്തെ നിൽക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂലെന്ന്. അടിപൊളി ഗാനാണ്. എനിക്ക് അത് കാണാണ്ട് പാടാൻ കിട്ടും. അതുകൊണ്ടാണ് ഈ ക്ലാസ് വെച്ചത്. കാരണം വെച്ചാൽ ഈ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ വരികൾ, ഞാൻ പുസ്തകത്തിൽ അതിൻ്റെ വരികളുണ്ട്. ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. എങ്കിലും പിന്നെ അത് കാണാണ്ട് പാടാം എന്നുള്ളത് കൊണ്ടൊരു 2 വരി മൂളിയതാണ്. ഇപ്പോൾ ക്രിസ്മസ് പുതുവത്സരാശംസകൾ കഴിഞ്ഞ പ്രാവശ്യം നേർന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരുപാട് വിഷയങ്ങൾ, വാർത്തകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ദാരുണമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള വിഷയങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ കഥകൾ. ഇപ്പം ഞാനൊരു കഥ പറയുന്നു, കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് കഥയാവുമ്പോൾ മറ്റുള്ളവർ ഒരു കഥ പറയുന്നു. അങ്ങനെ ജനറേഷൻ ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പല ആളുകളുടെയും കഥകൾ. അതാണ് ജീവിതം. ഒരാളുടെ കഥയാണ് ജീവിതം. ഒരാളുടെ കഥ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ അതാ ജീവിതം നന്നായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിതൊക്കെ വെച്ചപ്പോൾ, ഗ്ലാസ്സൊക്കെ വെച്ച് പലരും പറഞ്ഞു, ഇനിയിപ്പോൾ മമ്മൂക്കാൻ്റെ പോലെയൊക്കെ ഉണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടായി. കാരണം വെച്ചാൽ ആളുകൾക്ക് അങ്ങനെ ഇതൊക്കെ വയ്ക്കുമ്പോൾ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അഹങ്കരിക്കണോണ്ട് വിരോധമില്ല. അഹങ്കരിക്കണോണ്ട് ഇപ്പോൾ ആരുടെയും കാശ് നമ്മൾ മേടിക്കുന്നില്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് അഹങ്കരിക്കണോണ്ട് വിരോധമില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ ആളുകൾ പറയുകയും ചെയ്യും, അവന് എന്തായിരുന്നു ഒരു അഹങ്കാരം, കൂളിംഗ് ഗ്ലാസും മുടിയൊക്കെ വെച്ച് വന്നിട്ടൊരു ജാതി ഡയലോഗും, ഇപ്പം കിടക്കണ കിടപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അഹങ്കാരം കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയ്ക്കുള്ളൂ. ഈ ഗാനം ഇപ്പം ഈ ജീവിതം അല്ലെങ്കിൽ ഇപ്പോൾ കഥ, ഇതാണ് നമ്മുടെ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കഥ പറയുന്ന ആൾ കഥ പറയുന്നു. ഈ കഥ ഇപ്പം കലാഭവൻ മണിയുടെ കഥ നമുക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. അപ്പം അദ്ദേഹം മാത്രമായിരുന്നു അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഗാനങ്ങളൊക്കെ നാടൻ ഗാനങ്ങളും നാടോടി ഗാനങ്ങളും അദ്ദേഹം ഉണ്ടാക്കുന്ന ഗാനങ്ങളും പലരെയും വേടിക്കുന്ന ഗാനങ്ങളൊക്കെ ആയിട്ട് ആൾ വളരെ പ്രശസ്തി നേടി. ഇന്നിപ്പോൾ പലരുടെയും ആളെ വിറ്റിട്ട്, അതായത് മണിച്ചേട്ടൻ്റെ ഗാനങ്ങൾ പാടിക്കൊണ്ടും അത് വൈറലാക്കിക്കൊണ്ടും പണം നേടുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരുണ്ട് ഒരുപാട് പേര്, ആളുടെ രൂപസാദൃശ്യമുള്ളവർ. അപ്പം അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിയെ അത്രയ്ക്കും, വീണ്ടും ഈ എപ്പിസോഡിൽ മണിയെക്കുറിച്ച് പറയാൻ തന്നെ കാരണം, നമ്മൾ ഇത് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ
മറ്റേ നെറ്റ് വഴിക്ക് എടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈറലായിട്ടുള്ള ഓരോ വീഡിയോസും ഓരോ റീൽസും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഇൻസ്പിറേഷൻ വരികയാണ്. അതുകൊണ്ടാണ് ഈ ഗാനം ഒന്നും കൂടി പാടാം എന്ന് ഞാൻ കരുതിയത്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞാലും തീരുന്നില്ല. കാരണം അതൊരു സാധാരണക്കാരൻ്റെ കഥയാണ്. അതുകൊണ്ടാണ് മണ്ണിൻ്റെ മണമുള്ള ഗാനങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സറിഞ്ഞ ഗാനങ്ങളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പാടി നടക്കുന്നത്. നമ്മൾ പണ്ട് പറയുന്ന പോലെ പാണനാര് പാടുക എന്ന് പറഞ്ഞ പോലെ ആ ഗാനങ്ങൾ വീണ്ടും പാടി നടക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കവർ ചെയ്യാനോ ആർക്കും സാധിച്ചിട്ടില്ല. ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ സാധിച്ചാലും ഇല്ലെങ്കിലും ആ ഗാനങ്ങൾ ഇന്നും അനശ്വരമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ റീൽസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് 2 ശബ്ദങ്ങൾ അനുകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്ന് നമ്മളുടെ കല്ലിംഗ ശശിയാണ്. കല്ലിംഗ ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ പറയണില്ല. അദ്ദേഹം കുറച്ച് പ്രായമായിട്ട് എന്നെ പോലെ തന്നെ ഒരു 6 അടി ഉയരം വന്ന ആ ഒരു ഗെറ്റപ്പിൽ തന്നെ അദ്ദേഹം ഫേമസ് ആയി. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പലപ്പോഴും സിനിമയിലേക്കൊക്കെ പിന്നെ വിളിച്ച് കൊണ്ട് ഒരുപാട് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. കല്ലിംഗ ശശി ശ്രീ എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. വായല് പല്ലും ഒന്നില്ലാത്ത ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ഒരു ശബ്ദം. പിന്നീട് ഈ ഗാനം പാടുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ജയൻ പഴയതല്ല പുതിയതുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളും ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ്. ശ്രീജയൻ അത് ഈ ഗാനം ആലപിക്കുകയാണെങ്കിൽ അതിന് നോക്കാം. മയുടെ മോള് ഞാൻ നിക്കാഹ് കഴിക്കാൻ വന്നപ്പോൾ ആകെ കുഴപ്പത്തിലായി. അവള് കാലത്തിനിക്കൂല, പല്ലുവരെ തേക്കില്ല. പിന്നെ മായയുടെ മോളായി പോയില്ലേ, അല്ലെങ്കിൽ ഇടിച്ച് ഞാൻ ഷൈപ്പ് മാറ്റിയനെ. ജയൻ പറയുകയാണെങ്കിൽ ഏകദേശമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോ എനിക്ക് തോന്നിയത് നമ്മുടെ താത്ത ഈ പാട്ട് പാടാൻ വന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ആമിന താത്ത പഠിച്ചാന് ഈ കാലത്ത് എനിക്കൂല, പല്ലും തേക്കില്ല, മുറ്റടിച്ച് വരുമ്പോ കിടന്നുറങ്ങാന്ന് പറയുമ്പോ എന്തുട്ടാണ്. ഇന്നത്തെ കാലത്ത് മിറ്റൊന്നുമില്ലട്ടെ മോനെ, ഒക്കെ ഫ്ലാറ്റാണ്. ഈ ഫ്ലാറ്റിൽ എങ്ങനെയാ മോനെ പറഞ്ഞ ശരിയാവുക? ഫ്ലാറ്റിൽ എവിടെ മിറ്റം? പിന്നെ കിടന്നുറങ്ങാൻ വരെ സമയം കിട്ടണില്ല. ഈ ഫോൺ കുന്ത്രാണ്ടത്തിൽ കളിച്ചിരിക്കില്ലേ പിള്ളേരൊക്കെ. പിന്നെ എങ്ങനെയാ പിന്നെ നേരിയാവുക? പിന്നെ കാലത്തെ ചോലിപ്പ പിള്ളേരിപ്പ ചോലെടുത്ത് അടിച്ചോലിട്ടപ്പോ എന്തൊട്ടുണ്ടാവാൻ പോണെന്നാ. താങ്ക് യു.